ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ സഭയിൽ ആചരിക്കുകയാണ്. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഒത്തിരിയേറെ തിരുത്തലുകൾ കിട്ടിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ യോഹന്നാനും യാക്കോബും ചേർന്നാണ് ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള ആഗ്രഹം സ്വാർത്ഥതയോടെ അവതരിപ്പിച്ചത്. ഈശോ അവരെ തിരുത്തി. സമറായർ ഈശോയെ അവരുടെ ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നറിഞ്ഞപ്പോൾ ആ ഗ്രാമം മുഴുവൻ കത്തി നശിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ക്രൂരമായ മനസ്സോടെ ചോദിച്ച വ്യക്തിയാണ് യാക്കോബ്. യോഹന്നാനും അവരെയും ഈശോയോടെ തിരുത്തുന്നുണ്ട്. ഇങ്ങനെ തിരുത്തലുകൾ കിട്ടിയ ഈ യോഹന്നാൻ അന്ത്യത്താഴവേളയിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നപ്പോൾ ഈശോയെ ഉറ്റുകൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചതാണ്. പക്ഷേ ആ സമയത്ത് ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ, ആ നൊമ്പരങ്ങൾ തിരിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. അത് അദ്ദേഹത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. പിന്നെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. മറ്റുള്ളവരെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെല്ലാം സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. വെളിപാട് കിട്ടിയ വ്യക്തിയാണ്. കാൽവരി മലയിൽ ഈശോയോടൊപ്പം ആ കുരിശിൻ്റെ താഴെ നിൽക്കാൻ, മാതാവിനെ അമ്മയായി സ്വീകരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഈശോ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത്. ഈശോയുടെ സ്നേഹം കിട്ടാൻ നമുക്കും ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഈശോയോട് ചേർന്നിരിക്കാം, ഈശോയുടെ വശത്തിൽ ചാരിയിരിക്കാം. ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.